ഡിയർ ഫ്രണ്ട്സ്, ഈ സിനിമയുടെ വൺ ലൈൻ ഇതാണ്. വളരെ ആഡംബരപൂർണമായ ജീവിതം നയിച്ചിരുന്ന ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുകയും ആ ജീവിതം നഷ്ടപ്പെട്ട് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ജീവിതത്തിലേക്ക് മാറേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ അയാൾക്ക് ഈ ജീവിതം ഒട്ടും ഇഷ്ടമല്ല. വീണ്ടും പഴയതുപോലെ പണക്കാരനായി ജീവിക്കാൻ അയാൾ എന്തൊക്കെ കുതന്ത്രങ്ങൾ ചെയ്യുന്നു എന്നതാണ് ഈ സിനിമയുടെ കഥ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവി 2020 റിലീസായ ദി ഓക്യുപ്പന്റ് എന്ന സ്പാനിഷ് ത്രില്ലർ സിനിമയാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഹാവിയർ. ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ്. അദ്ദേഹം തയ്യാറാക്കിയ ഒരു പരസ്യ വീഡിയോ കാണിച്ചപ്പോൾ അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്റർവ്യൂ എടുക്കുന്നവർ പറഞ്ഞു, സർ, നിങ്ങൾ ശരിക്കും വേറെ ലെവലാണ്. പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ഒരു വലിയ പരസ്യ കമ്പനിയിൽ ഉയർന്ന തസ്തികയിലായിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ ഒരു ഉയർന്ന പൊസിഷനിലായിരുന്നു. ചില കാരണങ്ങളാൽ ഒരു വർഷം മുമ്പ് ഞാൻ ആ ജോലി വിട്ടു. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ചെറിയ കമ്പനികളെ സഹായിക്കാമെന്ന് കരുതി വന്നതാണ് എന്ന് ഹാവിയർ പറയുമ്പോൾ ഇന്റർവ്യൂ എടുക്കുന്നവർ പറഞ്ഞു, സർ, അത് തന്നെയാണ് പ്രശ്നവും. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങളെ ഒരു തുടക്കക്കാരനായി നിയമിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഉയർന്ന തസ്തികയിൽ ഇപ്പോൾ ഒഴിവുകളുമില്ല. അതൊന്നും സാരമില്ല, എന്നെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലെങ്കിലും എടുക്കൂ എന്ന് ഹാവിയർ ചോദിച്ചെങ്കിലും അത് തങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് അവരത് നിരസിക്കുന്നു. ഹാവിയർ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു BMW കാറുണ്ട്. ആ കാറിലാണ് അദ്ദേഹം തന്റെ വലിയ വീട്ടിലേക്ക് പോകുന്നത്. അത് വാടക വീടാണെങ്കിലും ഹാവിയർ അതിനെ സ്വന്തം വീടായാണ് കാണുന്നത്. കാരണം ആ വീട് അത്രയ്ക്ക് മനോഹരമാണ്. ഹാവിയറിന് മാർഗ എന്ന ഭാര്യയും ഒരു മകനുമുണ്ട്. മകൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി കിട്ടിയില്ലെന്നറിഞ്ഞപ്പോൾ മാർഗ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ വിഷമിക്കണ്ട. നമ്മൾ ഇതുവരെ നല്ല ആഡംബരത്തോടെ ജീവിച്ചു. ഒരു വർഷം മുമ്പ് ജോലി പോയതിനു ശേഷം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. എന്റെ മനസ്സിലൊരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. ഹാവിയർ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഈ വീട്ടിലെ താമസം തന്നെയാണ് നമ്മുടെ പ്രധാന പ്രശ്നം. വാടകയ്ക്ക് മാത്രം ഒരുപാട് പണം ചിലവാകുന്നുണ്ട്. നഗരത്തിന് പുറത്തുള്ള നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമുക്ക് മാറാം. നിനക്ക് എന്തു പറ്റി? ഈ വീട്ടിലെ സൗകര്യങ്ങൾ അവിടെ കിട്ടുമോ? അത് ചെറിയ വീടല്ലേ? നമ്മൾ പണ്ട് മിഡിൽ ക്ലാസ് ആയിരുന്നപ്പോഴാണ് അവിടെ താമസിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ റേഞ്ച് അതല്ലല്ലോ എന്ന് ഹാവിയർ ചോദിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ ആ റേഞ്ചൊക്കെ മാറി. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ മാത്രമേ നമുക്കിവിടെ തുടരാൻ കഴിയൂ. എനിക്കറിയാം ഈ വീട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. പക്ഷേ ഇപ്പോൾ വേറെ വഴിയില്ല. നമുക്ക് ഈ വീട് ഒഴിഞ്ഞേ പറ്റൂ. കൂടാതെ ആ BMW കാർ കൂടി വിറ്റാൽ അത് നമുക്ക് സാമ്പത്തികമായും വലിയ സഹായമാകും. ഹാവിയറിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ആഡംബര ജീവിതം വിട്ട് വീണ്ടും ഒരു സാധാരണ ജീവിതത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു. പക്ഷെ വേറെ വഴിയില്ലാത്തതിനാൽ മനമില്ലാ മനസ്സോടെ ആ വീടൊഴിഞ്ഞ് അവർ തങ്ങളുടെ ചെറിയ വീട്ടിലേക്ക് താമസം മാറി. ആ പഴയ വീട്ടിന്റെ ബാത്റൂമിനോളം വലിപ്പമേ ഈ പുതിയ വീട്ടിന്റെ ബെഡ്റൂമിനുള്ളൂ. ഭാര്യയും മകനും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു. പക്ഷെ ഹാവിയറിന്റെ മനസ്സെപ്പോഴും ആ പഴയ വീട്ടിലായിരുന്നു. നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി അദ്ദേഹം പല ക്ലാസ്സുകളിലും പോയി. ഒടുവിൽ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയി. ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ആ കമ്പനിയിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത്. ഹാവിയർ തന്റെ പോർട്ട്ഫോളിയോ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഹേ ഹാവിയർ, എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? നിന്റെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നീ ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. എനിക്കൊരു കോൺഫറൻസ് കോൾ ഉണ്ട്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സുഹൃത്ത് അവിടെ നിന്ന് പോയി. അവിടുത്തെ ഒരു ജീവനക്കാരൻ വന്ന് ഡോക്യുമെന്റ്സ് ഹാവിയറിന് നൽകി. ഒപ്പിടുന്നതിനു മുമ്പ് അത് വായിച്ചു നോക്കിയപ്പോൾ ഹാവിയർ നീട്ടി. ഇത് ജോലിയിൽ പ്രവേശിക്കാനുള്ള രേഖകളായിരുന്നില്ല. ഇതൊരു ഇന്റേൺഷിപ്പ് ഡോക്യുമെന്റ് പോലെയുണ്ടല്ലോ. അതെ സാർ, 3 മാസം നിങ്ങൾ ശമ്പളമില്ലാതെ ജോലി ചെയ്യണം. അതിനുശേഷം മാത്രമേ ഈ കമ്പനിയിൽ നിങ്ങളെ സ്ഥിരപ്പെടുത്തണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ ഹാവിയറിന് ദേഷ്യം വന്നു. പാർക്കിംഗ് ലോട്ടിൽ വന്ന് തന്റെ കാറിനെ ദേഷ്യത്തോടെ ചവിട്ടി. അത് കാരണം കാറിൽ ഒരു പാട് വീണു. അയ്യോ, ഈ കാർ വിൽക്കാനുള്ളതല്ലേ? ഇതിൽ കേടുപാടുകളുണ്ടെങ്കിൽ വില കുറയുമല്ലോ എന്ന് കരുതി അത് പരിശോധിക്കാൻ ഡോർ തുറന്നപ്പോൾ അയാൾക്കൊരു താക്കോൽ കിട്ടി. അവർ മുൻപ് താമസിച്ചിരുന്ന ആ വലിയ പണക്കാരന്റെ വീടിന്റെ സ്പെയർ കീ ആയിരുന്നു അത്. അത് കാറിൽ തന്നെ ഉണ്ടായിരുന്നു. ആ താക്കോൽ കിട്ടിയതോടെ ഹാവിയറിന്റെ ചിന്ത മുഴുവൻ ആ പഴയ വീടായി. എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് അയാൾക്ക് തോന്നി. അയാൾ നേരെ ആ പഴയ വീടിന് മുന്നിലെത്തി പുറത്തുനിന്ന് ആ വീടിനെ നോക്കി നിന്നു. ഹാവിയർ ആ വീടൊഴിഞ്ഞതിനു ശേഷം പുതിയൊരു കുടുംബം അവിടെ താമസം തുടങ്ങിയിരുന്നു. ഒരു ഭർത്താവും ഭാര്യയും, അവരുടെ ചെറിയൊരു കുട്ടിയും. അവർ അവിടെ സന്തോഷമായി ജീവിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത അസൂയയും ദേഷ്യവും തോന്നി. എന്റെ വീട്ടിൽ അവർ സന്തോഷമായിരിക്കുന്നുവല്ലോ എന്ന് കരുതി അയാൾ നീറി. എങ്കിലും മനസ്സിനെ നിയന്ത്രിച്ച് അയാൾ തന്റെ ഇപ്പോഴത്തെ ചെറിയ വീട്ടിലേക്ക് പോയി. അവിടെ അടുക്കളയിലെ പൈപ്പ് പൊട്ടി വെള്ളമൊലിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അയാളുടെ ദേഷ്യം കൂടി. ആ പഴയ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവിടെയെല്ലാം തിളങ്ങി നിൽക്കുമായിരുന്നു എന്നയാൾ ഓർത്തു. അടുത്ത ദിവസം ഇന്റർവ്യൂവിനൊന്നും പോകാതെ അയാൾ നേരെ പഴയ വീടിന് മുന്നിലെത്തി. ആ വീട്ടുകാർ പുറത്തുപോയ സമയം നോക്കി അയാൾ അകത്ത് കയറാൻ ശ്രമിച്ചു. ഡോർ തുറക്കാൻ നോക്കുമ്പോൾ എതിർവശത്തെ വീട്ടിലെ നായ കുരയ്ക്കാൻ തുടങ്ങി. ഹാവിയർ പെട്ടെന്നകത്ത് കയറി വാതിലടച്ചു. വാതിലിലെ ചെറിയ ദ്വാരത്തിലൂടെ നോക്കിയപ്പോൾ എതിർവീട്ടിലെ നായ താൻ അകത്ത് കയറിയത് മണത്തറിഞ്ഞതുപോലെ കുരയ്ക്കുകയാണ്.
നായയുടെ ഉടമസ്ഥൻ വന്ന് അതിനെ അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ അയാൾക്ക് സമാധാനമായി. ഈ നായ ഒരു വലിയ ശല്യമാകുമെന്ന് അയാൾക്ക് മനസ്സിലായി. ഹാവിയർ ആ വീടിനുള്ളിൽ ചുറ്റി നടന്നു. അദ്ദേഹത്തിന് ആ വീട് അത്രയ്ക്കിഷ്ടമായിരുന്നു. അവിടുത്തെ വായു പോലും അയാൾ ആസ്വദിച്ചു. ഫ്രിഡ്ജ് തുറന്ന് അതിലിരുന്ന പാലെടുത്തു കുടിച്ചു. താനാ വീട് ഒഴിഞ്ഞുപോയെന്നും ഇപ്പോഴവിടെ മറ്റൊരാളാണ് താമസിക്കുന്നതെന്ന് മറന്ന് അത് തന്റെ സ്വന്തം വീടാണെന്ന മട്ടിലാണ് അയാൾ അവിടെ ഇരുന്നത്. അതിനുശേഷം അയാൾ സ്വന്തം വീട്ടിലേക്ക് പോയി. രാത്രിയിൽ വീണ്ടും ആ വീടിനു മുന്നിലെത്തി നോക്കുമ്പോൾ പുതിയ താമസക്കാർ സന്തോഷമായിരിക്കുന്നത് കണ്ട് അയാൾക്ക് വീണ്ടും അസൂയ തോന്നി. അടുത്ത ദിവസം രാവിലെ അവർ ജോലിക്ക് പോയ സമയം നോക്കി അയാൾ വീണ്ടും ആ വീടിനുള്ളിൽ കയറി. ഇപ്പോൾ ഹാവിയർ ആ വീട്ടിൽ താമസിക്കുന്നവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. തോമസ് എന്നും ലാറ എന്നുമാണ് അവരുടെ പേര്. അവരുടെ മകൾക്ക് ജിംനാസ്റ്റിക്സ് വലിയ ഇഷ്ടമാണ്. അവളുടെ ഒരുപാട് അവാർഡുകളും ഫോട്ടോകളും അവിടെയുണ്ടായിരുന്നു. ഹാവിയർ തോമസിന്റെ കമ്പ്യൂട്ടർ പരിശോധിച്ചു. ഭാഗ്യത്തിന് അത് ലോക്ക് ചെയ്തിരുന്നില്ല. അവിടുത്തെ ഡ്രോയറിൽ കുറച്ച് കളർ ചിപ്പുകൾ കണ്ടു. മദ്യപാനമോ ലഹരിയോ ഉപേക്ഷിക്കുന്നവർക്ക് അവർ എത്ര നാളത് തൊടാതെയിരിക്കുന്നു എന്നതിനനുസരിച്ച് നൽകുന്ന ചിപ്പുകളാണത്. തോമസിന്റെ സിസ്റ്റം പരിശോധിച്ചപ്പോൾ ആക്സിഡന്റ് എന്നൊരു ഫോൾഡർ കണ്ടു. അത് തുറന്നു നോക്കിയപ്പോൾ തോമസിന് വലിയ രീതിയിലുള്ള മദ്യപാനശീലമുണ്ടായിരുന്നുവെന്ന് ഹാവിയർ മനസ്സിലാക്കി. മദ്യപിച്ചു വണ്ടി ഓടിച്ച ഒരു ദിവസം തോമസ് ഒരു അപകടത്തിൽപ്പെടുകയും അതിൽ ഭാര്യയ്ക്കും മകൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതൊരു പോലീസ് കേസാവുകയും വലിയ പ്രശ്നമാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ തോമസ് മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിച്ചു. അയാളിപ്പോൾ വളരെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. തോമസും ഭാര്യ ലാറയും മകളും സന്തോഷമായൊരു കുടുംബമായി കഴിയുകയാണ്. കൂടാതെ തോമസിന് കപ്പലണ്ടി അഥവാ പീനട്ട് അലർജി ഉണ്ടെന്ന കാര്യവും ഹാവിയർ മനസ്സിലാക്കി. ഹാവിയറിന്റെ മനസ്സിൽ ഇപ്പോൾ എന്തോ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. തോമസ് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ കമ്പ്യൂട്ടറിലെ കലണ്ടറിൽ രേഖപ്പെടുത്തി വയ്ക്കാറുണ്ട്. അതനുസരിച്ചാണ് തോമസ് തന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹാവിയർ അത് പരിശോധിച്ചപ്പോൾ അന്ന് രാത്രി 8 മണിക്ക് തോമസ് ഒരു പള്ളിയിലേക്ക് പോകുന്നെന്ന് മനസ്സിലായി. ഹാവിയർ 7 മണിക്ക് തന്നെ അവിടെ എത്തി കാത്തിരുന്നു. തോമസ് അവിടെ എത്തി പള്ളിക്കുള്ളിലെ ഒരു ഹാളിലേക്ക് പോയി. പിന്നാലെ ഹാവിയറും അവിടെ ചെന്നപ്പോഴാണ് അതൊരു മീറ്റിംഗ് ആണെന്ന് മനസ്സിലായത്. മദ്യപാനത്തിനും ലഹരിക്കും അടിമപ്പെട്ടവർ അതിൽ നിന്ന് മോചിതരായ ശേഷം തങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ പങ്കുവയ്ക്കുന്ന മീറ്റിംഗ് ആയിരുന്നു അത്. ഹാവിയറും താൻ മദ്യപാനം കാരണം തകർന്നൊരാളാണെന്ന് നടിച്ച് ആ മീറ്റിംഗിൽ പങ്കെടുത്തു. എല്ലാവരും തങ്ങളുടെ കഥകൾ പറയുമ്പോൾ ഹാവിയർ എഴുന്നേറ്റ് തന്റെ കള്ളക്കഥ പറയാൻ തുടങ്ങി. എനിക്ക് സുന്ദരിയായൊരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ മദ്യപാനം കാരണമുണ്ടായ ഒരു കാർ അപകടത്തിൽ അവർക്ക് പരിക്കേറ്റു. അതോടെ ഇനി നിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഭാര്യ എന്നെ ഉപേക്ഷിച്ചുപോയി. തോമസിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അല്പം മാറ്റി ഹാവിയർ സ്വന്തം കഥയായി അവതരിപ്പിച്ചു. ഇത് കേട്ട് തോമസ് ഇയാൾക്കും എന്നെപ്പോലെ തന്നെയാണല്ലോ സംഭവിച്ചത് എന്ന് കരുതി മീറ്റിംഗിന് ശേഷം ഹാവിയറെ കണ്ട് സംസാരിച്ചു. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എനിക്ക് മനസ്സിലാവുമെന്ന് തോമസ് പറഞ്ഞപ്പോൾ ഹാവിയർ അത് മുതലെടുത്തു. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നുന്നു. നമുക്കൊരു കാപ്പി കുടിച്ചുകൊണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ വെച്ച് ഹാവിയർ താൻ ഒന്നും അറിയില്ലെന്ന മട്ടിൽ തോമസിനോട് എവിടെയാണ് താമസമെന്ന് ചോദിച്ചു. താനിപ്പോൾ താമസിക്കുന്ന വീട് എത്ര മനോഹരമാണെന്ന് തോമസ് വിവരിക്കുന്നത് കേട്ടപ്പോൾ ഹാവിയറിന് വീണ്ടും അസൂയ തോന്നി. തോമസ് ഹാവിയറെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഹാവിയർ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ഭാര്യ മാർഗ ചോദിച്ചു, ഹാവിയർ, നിങ്ങൾക്കെന്തുപറ്റി? അടുത്ത കാലത്തായി നിങ്ങളുടെ പെരുമാറ്റം ഒരു മാതിരിയാണല്ലോ. അതൊന്നുമില്ല, ഞാൻ ക്ലാസുകൾക്ക് പോകുകയാണ്. ഉടനെ തന്നെ നമ്മുടെ ജീവിതം മാറും എന്ന് ഹാവിയർ പറഞ്ഞു. മാർഗയ്ക്ക് അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തുടങ്ങി. അടുത്ത ദിവസം തോമസും കുടുംബവും പോയതിനുശേഷം ഹാവിയർ വീണ്ടും ആ വീടിനുള്ളിൽ കയറി. പോകുന്ന വഴിയിൽ അയാൾ പൂന്തോട്ടത്തിൽ ഒരു ബിസ്ക്കറ്റ് എറിഞ്ഞു. അതൊരു വിഷം കലർത്തിയ നായയ്ക്കുള്ള ഭക്ഷണമായിരുന്നു. തന്നെ കാണുമ്പോഴെപ്പോഴും കുരയ്ക്കാറുള്ള അയൽപ്പക്കത്തെ നായ അത് കഴിച്ച് ചത്തു. ശേഷം അയാൾ തോമസിന്റെ കമ്പ്യൂട്ടറിൽ കയറി. അന്ന് വൈകുന്നേരം 6:30 തോമസ് തന്റെ മകളെ ജിംനാസ്റ്റിക് ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ പോകേണ്ടതായിരുന്നു. കലണ്ടറിലെ ആ ഓർമ്മപ്പെടുത്തൽ ഹാവിയർ ഡിലീറ്റ് ചെയ്തു. ഇതറിയാത്ത തോമസ് മകളെ വിളിക്കാൻ പോയില്ല. ഒടുവിൽ ലാന തന്നെ പോയി മകളെ വിളിച്ചു. അവർ തോമസിനോട് വലിയ രീതിയിൽ ദേഷ്യപ്പെടുകയും വഴക്കിടുകയും ചെയ്തു. ഇതെല്ലാം ദൂരെയൊരിടത്തു നിന്ന് കണ്ട് ഹാവിയർ സന്തോഷിച്ചു. പിന്നീട് മീറ്റിംഗിൽ വെച്ച് കണ്ടപ്പോൾ തോമസ് ഹാവിയറെ ഔദ്യോഗികമായി തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഹാവിയർ നല്ല വസ്ത്രം ധരിച്ച് ഒരു പൂച്ചെണ്ടും വാങ്ങി തോമസിന്റെ വീട്ടിലെത്തി. മുമ്പൊക്കെ ആരുമില്ലാത്തപ്പോൾ കള്ളത്താക്കോൽ ഉപയോഗിച്ച് അകത്ത് കയറിയിരുന്ന ഹാവിയർ ഇപ്പോൾ അവർ വിളിക്കുന്നതുവരെ പുറത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ പുറത്തു നീക്കുമ്പോൾ ആ കെട്ടിടത്തിന്റെ കാര്യസ്ഥൻ കെയർടേക്കർ ഹാവിയറെ കണ്ടു. സർ, നിങ്ങളിവിടെ എന്തു ചെയ്യുകയാണ്? നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞുപോയതാണല്ലോ എന്നയാൾ ചോദിച്ചു. അതെ, ഞാൻ ഒഴിഞ്ഞതാണ്. പക്ഷേ എന്റെ പഴയ ഓഫീസിൽ നിന്നുള്ള കത്തുകൾ ഇപ്പോഴും ഈ വിലാസത്തിലാണ് വരുന്നത്. അത് വാങ്ങാൻ വന്നതാണ് എന്ന് ഹാവിയർ കള്ളം പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ പൂച്ചണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇന്നെന്റെ വിവാഹ വാർഷികമാണ്. കത്തുകൾ വാങ്ങിയ ശേഷം നേരെ ഭാര്യയെ കാണാൻ പോകാനാണ് എന്നും അയാൾ മറുപടി നൽകി. ഭാര്യയോടൊപ്പം റെസ്റ്റോറന്റിൽ പോകുമ്പോൾ അവർക്ക് നൽകാനാണ് ഈ പൂച്ചണ്ട് വാങ്ങിയത് എന്ന് ഹാവിയർ കാര്യസ്ഥനോട് കള്ളം പറഞ്ഞു. അത് കേട്ട് അയാൾ പോയ ശേഷമാണ് ഹാവിയറിന് സമാധാനമായത്. തുടർന്ന് ഹാവിയർ തോമസിന്റെ വീട്ടിൽ പോയി എല്ലാവരെയും പരിചയപ്പെട്ടു. തോമസിന്റെ ഭാര്യ ലാറ തയ്യാറാക്കിയ ഡിന്നർ അവർ ഒരുമിച്ച് കഴിച്ചു. ഹാവിയറിന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇതിലും വലിയൊരു വീട്ടിലേക്ക് മാറണം. അതിനായി അയാൾ ലാറയുടെ മുന്നിൽ ഒരു മാന്യനായി അഭിനയിച്ചു. അടുത്ത ദിവസം തോമസ് മകളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വന്നപ്പോൾ കാര്യസ്ഥൻ കുട്ടിയോട് സ്നേഹം പ്രകടിപ്പിക്കുകയും തോമസിനോട് ഹാവിയറിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു.
ഇന്നലെ കത്തുകൾ വാങ്ങാൻ ഒരാൾ വന്നിരുന്നു. അദ്ദേഹം മുൻപ് ഇവിടെ താമസിച്ചിരുന്ന ആളാണ്. നിങ്ങൾക്കറിയാമോ എന്ന് കാര്യസ്ഥൻ ചോദിച്ചു. തോമസിനൊന്നും മനസ്സിലാകാതെ അയാൾ അവിടെ നിന്ന് പോയി. ഹാവിയർ കള്ളം പറഞ്ഞാണ് വന്നതെന്ന് കാര്യസ്ഥന് മനസ്സിലായി. കൂടാതെ ആ കാര്യസ്ഥൻ തോമസിന്റെ മകളെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നത് കണ്ടപ്പോൾ അയാൾ പിഞ്ചുകുട്ടികളെ ഉപദ്രവിക്കുന്ന പെഡോഫൈൽ സ്വഭാവമുള്ളവനാണെന്ന് ഹാവിയർക്ക് തോന്നി. ഈ സമയത്ത് ഹാവിയറിന്റെ മനസ്സിൽ മറ്റൊരു പ്ലാൻ ഉദിച്ചു. അയാൾ തന്റെ കാറുമായി പാർക്കിംഗ് ലോട്ടിൽ ചെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട ശേഷം ബോധപൂർവം ഒരു തൂണിലിടിച്ചു. കാർ തകർന്നു. ഹാവിയർ കാറിൽ നിന്ന് പരിക്കുകളോടെ പുറത്തിറങ്ങി. അയാൾ തോമസിനെ വിളിച്ച് രക്ഷിക്കാൻ അഭ്യർത്ഥിച്ചു. തോമസ് ഓടിയെത്തിയപ്പോൾ കാറിനുള്ളിലിരുന്ന ഹാവിയർ മദ്യപിക്കുകയായിരുന്നു. നീ എന്തിനാണിത് ചെയ്യുന്നത്? ഇത് കാരണമാണ് നിനക്ക് കുടുംബം നഷ്ടപ്പെട്ടത്. ഇനി നിന്റെ ജീവൻ കൂടി കളയണോ എന്ന് ചോദിച്ച് തോമസ് ആ മദ്യം പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചു. ആ പിടിവലിക്കിടയിൽ തോമസിന്റെ വസ്ത്രത്തിൽ മദ്യം വീണു. താൻ വലിയ വിഷമത്തിലാണെന്ന് ഹാവിയർ അഭിനയിച്ചു. നിന്റെ കുടുംബം സന്തോഷമായി ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ പഴയ ജീവിതം ഓർമ്മ വന്നു. എനിക്കിനി ജീവിക്കണ്ട എന്ന് ഹാവിയർ പറഞ്ഞു. അപ്പോൾ തോമസ് അയാളെ ആശ്വസിപ്പിച്ചു. നിന്നെപ്പോലെ തന്നെ മദ്യപിച്ചു വണ്ടിയോടിച്ചാണ് എനിക്കും അപകടം പറ്റിയത്. എന്റെ ഭാര്യ ലാറയുടെ പിതാവ് വഴിയാണ് എനിക്കിപ്പോൾ ഈ ജോലി ലഭിച്ചത്. ഞാനും വീണ്ടും കുടിച്ചാൽ എല്ലാം അവസാനിക്കും. നീ ആദ്യം മെക്കാനിക്കിനെ വിളിച്ച് കാർ ശരിയാക്ക്. തന്റെ ഫോൺ പൊട്ടിപ്പോയെന്ന് കള്ളം പറഞ്ഞ ഹാവിയർ തോമസിന്റെ ഫോൺ വാങ്ങി അതിലെന്തോ ചെയ്തു. ശേഷം തോമസ് ഹാവിയറിനെ വീട്ടിലാക്കി. ഇതൊക്കെ മുകളിൽ നിന്ന് കണ്ട ഹാവിയറിന്റെ ഭാര്യ മാർഗ കാര്യങ്ങൾ തിരക്കിയപ്പോൾ നീ പറഞ്ഞതുപോലെ കാർ നല്ല വിലയ്ക്ക് വിറ്റു എന്ന് ഹാവിയർ കള്ളം പറഞ്ഞു. അപ്പോഴാണ് ആ പഴയ വീട്ടിലെ കാര്യസ്ഥൻ ഹാവിയറിനെ വിളിക്കുന്നത്. അയാൾ ഹാവിയറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. നീ പഴയ വീട്ടിലേക്ക് എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം. തോമസിനോട് ഞാൻ ഈ സത്യം പറയരുതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ ചെയ്യണം. എന്നെ വന്ന് കാണൂ എന്ന് കാര്യസ്ഥൻ പറഞ്ഞു. അതേസമയം വീട്ടിലെത്തിയ തോമസിന്റെ വസ്ത്രത്തിൽ മദ്യത്തിന്റെ മണം കിട്ടിയ ലാറ ദേഷ്യപ്പെട്ടു. നീ വീണ്ടും കുടിക്കാൻ തുടങ്ങിയോ എന്നവർ ചോദിച്ചു. ഞാൻ കുടിച്ചിട്ടില്ല. ഹാവിയർ അപകടത്തിൽപ്പെട്ടപ്പോൾ അയാളെ സഹായിക്കാൻ പോയതാണ്. അപ്പോൾ മദ്യം എന്റെ മേൽ വീണതാണ് എന്ന് തോമസ് വിശദീകരിച്ചു. ലാറ അത് വിശ്വസിച്ചു. അടുത്ത ദിവസം ഹാവിയർ കാര്യസ്ഥനെ പോയി കണ്ടു. പണമല്ല അയാൾക്ക് വേണ്ടത്, പകരം തോമസിന്റെ മകളുടെ അലക്കാത്ത വസ്ത്രം വേണമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടത്. അയാളൊരു കാമഭ്രാന്തനാണെന്ന് ഹാവിയർക്ക് മനസ്സിലായി. തന്റെ പ്ലാൻ പൊളിയാതിരിക്കാൻ ഹാവിയർ തോമസിന്റെ വീട്ടിൽ ഒളിച്ചു കയറി കുട്ടിയുടെ വസ്ത്രം മോഷ്ടിച്ചു. ആ സമയം ലാറ അവിടേക്ക് വന്നു. ഹാവിയർ ഭയന്നൊളിച്ചിരുന്നു. ലാറ എന്തോ മറന്നുവെച്ചത് എടുക്കാൻ വന്നതായിരുന്നു. പോകുന്നതിനു മുൻപ് ലാറ ഹാവിയറിനെ ഫോൺ വിളിച്ചു. ഹാവിയറിന്റെ ഫോൺ സൈലന്റ് ആയിരുന്നെങ്കിലും വൈബ്രേഷൻ ശബ്ദം കേട്ട ലാറ അവിടെ തിരഞ്ഞു. ഹാവിയർ സമർത്ഥമായി ഫോൺ ഒളിപ്പിച്ചു. ലാറ അവിടെ നിന്ന് പോയ ശേഷം ഒരു വോയിസ് മെസ്സേജ് അയച്ചു. നമുക്കൊന്ന് കാണണം, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പിന്നീടൊരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടപ്പോൾ ലാറ പറഞ്ഞു, ഇനി എന്റെ ഭർത്താവുമായി ഒരു ബന്ധവും വെക്കരുത്. അയാളിപ്പോൾ മദ്യപാനമൊക്കെ നിർത്തി സമാധാനമായി കഴിയുകയാണ്. നിങ്ങളുടെ കൂടെ കൂടി അയാൾ വീണ്ടും മദ്യപാനം തുടങ്ങിയാൽ എല്ലാം നശിക്കും. ഹാവിയർ അപ്പോഴും തന്റെ അഭിനയം തുടർന്നു. ലാറ, നിങ്ങൾക്കെന്തു പറ്റി? ഞാൻ മദ്യപിച്ചിട്ടില്ലല്ലോ. നുണ പറയരുത്. ഇന്നലെ എന്റെ ഭർത്താവിന്റെ ഷർട്ടിൽ മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു. അത് ചോദിച്ചപ്പോൾ അയാൾ മദ്യം എന്റെ മേൽ ഒഴിച്ചതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലാറ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് നുണ പറയുകയാണെന്ന് തോന്നുന്നു. ഇതാ ഇത് നോക്കൂ എന്ന് പറഞ്ഞ് ഹാവിയർ മൊബൈൽ ഫോൺ കാണിക്കുന്നു. തോമസ് ഹാവിയറിന് അയച്ചതുപോലെയുള്ള ഒരു വ്യാജ ഇമെയിലായിരുന്നു അത്. അതിൽ തനിക്ക് വലിയ വിഷമമുണ്ടെന്നും മദ്യപാനം നിർത്താൻ കഴിയുന്നില്ലെന്നും ഈ കാര്യം ലാറ അറിയരുതെന്നും എഴുതിയിരുന്നു. ഇമെയിൽ കണ്ട ലാറ അത് സത്യമാണെന്ന് വിശ്വസിച്ചു. അവർ വേഗം വീട്ടിലെത്തി തോമസുമായി വലിയ വഴക്കുണ്ടാക്കി. താൻ മദ്യപിച്ചിട്ടില്ലെന്ന് തോമസ് എത്ര പറഞ്ഞിട്ടും ലാറ വിശ്വസിച്ചില്ല. ഇതെല്ലാം ദൂരത്തുനിന്ന് നോക്കി ഹാവിയർ ആസ്വദിക്കുകയായിരുന്നു. തോമസ് ഹാവിയറെ വിളിച്ചെങ്കിലും അയാൾ ഫോൺ എടുത്തില്ല. ഹാവിയർ സമാധാനത്തോടെ സ്വന്തം വീട്ടിലേക്ക് പോയി. അയാൾ ഓൺലൈനായി 2 പെപ്പർ സ്പ്രേകളും 1 കുപ്പി മാരകമായ വിഷവും ഓർഡർ ചെയ്തിരുന്നു. ഒരു ഇഞ്ചക്ഷൻ സിറിഞ്ച് ഉപയോഗിച്ച് ആ വിഷം അയാൾ ഒരു പെപ്പർ സ്പ്രേയ്ക്കുള്ളിലേക്ക് കയറ്റി. ഇപ്പോൾ ഒരു സ്പ്രേയിൽ വിഷവും മറ്റേതിൽ സാധാരണ ഗ്യാസുമാണ്. ആ വിഷക്കുപ്പി അയാൾ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിക്കുന്നത് ഭാര്യ മാർഗ ദൂരത്തുനിന്ന് സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. താൻ മോഷ്ടിച്ച കുട്ടിയുടെ വസ്ത്രം നൽകാനായി ഹാവിയർ കാര്യസ്ഥനെ കാണാൻ പോയി. എന്നാൽ മാർഗ അയാളെ പിന്തുടർന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഹാവിയർ തന്റെ കള്ളത്തരം പിടിക്കപ്പെടാതിരിക്കാൻ അയാൾ പോകാറുള്ള ക്ലാസ്സിലേക്ക് കയറിപ്പോയി. മാർഗ അത് കണ്ട് അയാൾ ക്ലാസ്സിൽ പോയതാണെന്ന് വിശ്വസിച്ചു. ക്ലാസ്സിലെ അധ്യാപകൻ ഹാവിയറുടെ ക്രമമല്ലാത്ത വരവിൽ ദേഷ്യപ്പെട്ടു. നീ നിനക്കിഷ്ടമുള്ളപ്പോൾ വരികയും പോകുകയും ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ പറ്റില്ല, ഇറങ്ങിപ്പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പുറത്ത് മാർഗ ഉണ്ടോ എന്ന് ഹാവിയർ തന്റെ ഫോൺ ക്യാമറയിലൂടെ നോക്കിക്കൊണ്ടിരുന്നു. മാർഗ പോയി എന്നുറപ്പായ ശേഷമാണ് അയാൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അടുത്ത ദിവസം അയാൾ കാര്യസ്ഥനെ കണ്ട് വസ്ത്രം നൽകി. ഇനി എന്നെ ഭീഷണിപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ കാര്യസ്ഥൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. കുട്ടിയുടെ മുറിയിൽ ഒരു രഹസ്യ ക്യാമറ സ്ഥാപിക്കണമെന്നായിരുന്നു അത്. ഹാവിയർ ഒരു കുട്ടിയെ
അബ്യൂസ് ചെയ്യാൻ മാത്രം മോശക്കാരനല്ലായിരുന്നു. അതിനാൽ അയാൾ ആ ക്യാമറ സ്ഥാപിച്ചില്ല. പകരം തോമസ് താമസിക്കുന്ന ബിൽഡിംഗിലെ ഗാർഡൻ ക്ലീൻ ചെയ്യുന്ന മെഷീനിൽ അയാൾ ചില മാറ്റങ്ങൾ വരുത്തി. അടുത്ത ദിവസം കാര്യസ്ഥൻ ആ മെഷീൻ പ്രവർത്തിപ്പിച്ചപ്പോൾ അത് പൊട്ടിത്തെറിക്കുകയും അയാൾ സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു. അതോടെ ആ ശല്യമൊഴിഞ്ഞു. ശേഷം ഹാവിയർ തോമസിനെ കണ്ടു. തന്റെ കുടുംബജീവിതം തകർത്തതിന് തോമസ് ഹാവിയറെ ക്രൂരമായി മർദ്ദിച്ചു. മുഖം വീർത്ത് രക്തം വരുമ്പോഴും ഹാവിയർ ചിരിക്കുകയായിരുന്നു. കാരണം ഇതും അയാളുടെ പ്ലാനിന്റെ ഭാഗമായിരുന്നു. അടിയേറ്റ മുഖവുമായി ഹാവിയർ ലാറയെ പോയി കണ്ടു. തോമസ് മദ്യപിച്ചത് ഞാൻ നിന്നോട് പറയുമെന്ന് പേടിച്ചാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്നയാൾ ലാറയോട് കള്ളം പറഞ്ഞു. ലാറയ്ക്ക് അയാളോട് സഹതാപം തോന്നി. സ്വയം രക്ഷയ്ക്കായി ഹാവിയർ ആ വിഷം കലർത്തിയ പെപ്പർ സ്പ്രേ ലാറയ്ക്ക് നൽകി. ശേഷം ഹാവിയർ സ്വന്തം വീട്ടിലെത്തി മാർഗയോട് പറഞ്ഞു, എനിക്ക് ഈ സാധാരണ ജീവിതം മതിയായി, എനിക്ക് പണക്കാരനായി ജീവിക്കണം, ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. മാർഗയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ലാറയുമായി അടുക്കാൻ ഹാവിയർ ഒരു വഴി കണ്ടെത്തി. ലാറയുടെ മകൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പ്രശസ്ത ജിംനാസ്റ്റിനെ കാണാൻ അവസരമൊരുക്കി. നമ്മുടെ മകൾക്ക് ഇത് വലിയ സന്തോഷമാകും എന്നയാൾ ലാറയോട് പറഞ്ഞു. അവർ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. ഹാവിയർ ആ ഫോട്ടോ തോമസിന് അയച്ചു കൊടുത്തു. അത് കണ്ട തോമസ് നിയന്ത്രണം വിട്ട് ലാറ താമസിക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ഹാവിയർ ലാറയെയും മകളെയും വീട്ടിലാക്കി പോകുന്നത് കണ്ട് തോമസ് ദേഷ്യത്തോടെ ലാറയോട് വഴക്കിടുന്നു. നീ എന്തിനാണ് അവന്റെ കൂടെ ചുറ്റുന്നത്? അവൻ കുടിച്ചിട്ട് എന്റെ മേൽ കുറ്റം പറയുകയാണ്. അവൻ എന്നെ ചതിച്ചതാണ് എന്ന് തോമസ് പറയുന്നു. എന്നാൽ ലാറ ഇത് വിശ്വസിക്കുന്നില്ല. നീ ചെയ്ത തെറ്റുകൾക്ക് ഹാവിയറെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകൂ എന്ന് ലാറ പറയുന്നു. തോമസ് അവിടെ നിന്ന് പോകാൻ തയ്യാറാകാതെ അക്രമാസക്തനായപ്പോൾ പേടിച്ചുപോയ ലാറ ഹാവിയർ നൽകിയ പെപ്പർ സ്പ്രേ അയാളുടെ മുഖത്തേക്ക് അടിക്കുന്നു. സാധാരണ പെപ്പർ സ്പ്രേ ഒരാളെ തടയാൻ മാത്രമേ ഉപകരിക്കൂ. എന്നാൽ ഇത് തോമസിന്റെ മുഖത്തടിച്ച ഉടനെ അയാൾ ശ്വാസം കിട്ടാതെ പിടയാൻ തുടങ്ങി. ഹാവിയർ അതിൽ കപ്പലണ്ടി എസൻസും വിഷവും കലർത്തിയിരുന്നതിനാലാണ് തോമസിന് ഇത്രയും ഗുരുതരമായ അവസ്ഥയുണ്ടായത്. പരിഭ്രാന്തിയായ ലാറ ഉടനെ ഹാവിയറെ വിളിക്കുന്നു. തോമസ് ശ്വാസം കിട്ടാതെ നിലത്ത് കിടക്കുകയാണ്. എനിക്ക് പേടിയാകുന്നു, വേഗം വരൂ എന്ന് കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. താൻ അടുത്തുതന്നെയുണ്ട് എന്നും ഉടനെ എത്താമെന്നും ഹാവിയർ അവരെ ആശ്വസിപ്പിച്ചു. ഹാവിയർ യഥാർത്ഥത്തിൽ വീടിനു പുറത്ത് കാത്തുനിൽക്കുകയായിരുന്നു. വീട്ടിനുള്ളിലെത്തിയ ഹാവിയർ ലാറയോട് മകളുടെ കൂടെ മുറിയിലിരിക്കാൻ പറഞ്ഞു. ലാറ പോയ ശേഷം അയാൾ തോമസിനെ നോക്കി പരിഹസിച്ചു. വിഷം കലർന്ന സ്പ്രേ മാറ്റി പകരം സാധാരണയൊരു സ്പ്രേ അവിടെ വെച്ചു. ശേഷം അയാൾ പോലീസിനെ വിളിച്ചു. പോലീസ് വരുന്നതിന് മുൻപ് തോമസ് കണ്ണു തുറക്കുന്നത് കണ്ട ഹാവിയർ ഒട്ടും വൈകാതെ അയാളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ലാറയുടെ അച്ഛൻ വലിയ പണക്കാരനായതിനാൽ ആ കേസ് വലിയ പ്രശ്നങ്ങളില്ലാതെ ഒതുക്കിത്തീർത്തു. കുറച്ചു നാളുകൾക്ക് ശേഷം ഹാവിയർ ലാറയെ വിവാഹം കഴിച്ചു. ഇപ്പോൾ ഹാവിയർ വളരെ സന്തോഷവാനാണ്. നേരത്തെ ശമ്പളമില്ലാത്ത ഇന്റേൺഷിപ്പിന് വിളിച്ച അതേ കമ്പനിയിലേക്ക് അയാളിപ്പോൾ വലിയ പദവിയിൽ തിരിച്ചെത്തുന്നു. ലാറയുടെ അച്ഛൻ ആ കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നതോടെ ഹാവിയർ അവിടത്തെ പാർട്ട്ണർ ആയി മാറുന്നു. ഹാവിയറുടെ ജീവിതം പഴയതുപോലെ ആഡംബരപൂർണമായി. എന്നാൽ ഒരു ദിവസം ഹാവിയറുടെ ആദ്യ ഭാര്യ മാർഗ അയാളെ കാണാൻ വരുന്നു. നീ ചെയ്ത കൊലപാതകത്തെക്കുറിച്ച് എനിക്കറിയാം എന്നവർ പറയുന്നു. ഹാവിയർ ഉപേക്ഷിച്ച ആ വിഷക്കുപ്പി മാർഗയ്ക്ക് കിട്ടിയിരുന്നു. അതിൽ കപ്പലണ്ടി എസൻസ് ഉണ്ടായിരുന്നുവെന്നും തോമസിന് കപ്പലണ്ടി അലർജി ഉണ്ടായിരുന്നുവെന്നും അവർ മനസ്സിലാക്കി. ഈ സത്യം പോലീസിനോട് പറയും എന്നവർ ഭീഷണിപ്പെടുത്തി. പക്ഷേ ഹാവിയർ കുലുങ്ങിയില്ല. അയാൾ അവിടെ തിരിച്ചു ബ്ലാക്ക്മെയിൽ ചെയ്തു. നീ പോലീസിനോട് പറഞ്ഞാൽ ഞാൻ ജയിലിലാകും. അപ്പോൾ ഈ വീട് വിൽക്കേണ്ടി വരും. നിനക്കും മകനും വഴിയിലിറങ്ങേണ്ടി വരും. എന്നാൽ നീ മിണ്ടാതിരുന്നാൽ നിനക്ക് വേണ്ട പണവും ഈ വീടും ഞാൻ നൽകും എന്ന് ഹാവിയർ പറഞ്ഞു. മകന്റെ ഭാവിയോർത്ത് മാർഗ ആ സത്യം രഹസ്യമായി വയ്ക്കാൻ തീരുമാനിക്കുന്നു. അവസാനം ഹാവിയർ കൂടുതൽ വലിയ കാറിലും അതിമനോഹരമായ ഒരു വില്ലയിലും ലാറയ്ക്കും കുട്ടിക്കുമൊപ്പം വളരെ സുഖമായി ജീവിക്കുന്നു. പണക്കാരനായി ജീവിക്കാൻ വേണ്ടി ഹാവിയർ ചെയ്ത കുതന്ത്രങ്ങൾ വിജയിച്ചു. സാധാരണ സിനിമകളിൽ വില്ലൻ അവസാനം പിടിക്കപ്പെടാറാണ് പതിവ്. എന്നാൽ ഈ സിനിമയിൽ വില്ലനായ ഹാവിയർ തന്റെ പ്ലാനുകൾ വിജയിപ്പിച്ച് ആഡംബര ജീവിതം തിരിച്ചുപിടിക്കുന്നു. ഇതാണ് ഈ സ്പാനിഷ് ത്രില്ലറിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. മറ്റൊരു മികച്ച സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.